ഈ സമരം അല്ലെങ്കിൽ നീക്കം ഒരിക്കലും സവർണർക്കെതിരല്ല, ദരിദ്രർക്കും എതിരല്ല. ഇതൊരു കമ്മ്യൂണൽ പ്രശ്നവുമല്ല. ഇത് കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു സാമുദായിക പ്രശ്നം എന്ന രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ കാരണം സമസ്തയുടെ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കൽ സമസ്തയുടെ ലക്ഷ്യമാണ് എന്ന്. ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങളിത് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സംവരണം EWSന് കൊടുത്തതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, അവർക്ക് ക്ഷേമ പ്രവർത്തനം നടത്തുന്നതിന് എതിർപ്പില്ല എന്ന് പറയുന്നതോടൊപ്പം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, സംവരണ സമുദായത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് പാലിക്കപ്പെട്ടില്ല. അതിന്റെ തെളിവ് ഒന്ന്, ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആകെ സീറ്റ് 1,62,815. ഇതിൽ സർക്കാർ സംവരണം എന്ന് പറയുന്ന OBCക്ക് 28%, SC/STക്ക് 20%, ടോട്ടൽ 48% റിസർവേഷൻ, ബാക്കി 52% ജനറൽ കോട്ട. ഈ ജനറൽ നിന്നാണ് 10% നൽകേണ്ടത് എന്നാണ് ഇത് സംബന്ധമായ നിയമം പരാമർശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ആകെ 1,62,815 നിന്ന് 52% എന്ന് പറഞ്ഞാൽ 84,664 84,664 നിന്ന് 10% കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 8,466 സീറ്റാണ് EWSന് കൊടുക്കേണ്ടത്. ഇപ്പോൾ വന്ന പുതിയ സംവരണം കൃത്യമായി നിങ്ങൾക്കൊക്കെ ഈ കാര്യം കണക്കൂട്ടിയാൽ അറിയാൻ പറ്റും. പക്ഷെ കൊടുത്തത് 16,711. ഇത് ആകെ സീറ്റിന്റെ 10%-ത്തേക്കാൾ കൂടിപ്പോയി. ആകെ സീറ്റിന്റെ 10%-ത്തേക്കാൾ 430 സീറ്റ് അത് കൂടുതലാണ്. അപ്പോഴാണ് വിവാദമുണ്ടായത്.